Good morning all. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ്. അപ്പോൾ വൈബ്രേഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. എത്ര ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആർ പോസിബിൾ ഇൻ കേസ് ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അതൊക്കെ പഠിച്ചു, സ്ട്രെച്ചിങ്, ബെൻഡിങ്. സോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നമ്പർ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ടാവാം എന്നുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ്. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഇക്വേഷനിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മളൊരു മോളിക്യൂളിലെ ആറ്റത്തിനെ കണ്ടുപിടിക്കും. ആറ്റത്തിൻ്റെ ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ആറ്റത്തിൻ്റെ പൊസിഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചിട്ടാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുകയാണ്, പൊസിഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളൊരു ആറ്റത്തിൻ്റെ പൊസിഷൻ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിന് എന്തുമായിട്ടാണ് നമ്മൾ അതിന് അസൈൻ ചെയ്യുന്നത്, ഒരു 3 ഡയമെൻഷണൽ കാർട്ടീഷ്യൽ കോർഡിനേറ്റ് ആയിട്ടാണ് അസൈൻ ചെയ്യുന്നത് പൊസിഷൻ കാണാൻ വേണ്ടി. എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു മോളിക്യൂളിൽ ആറ്റത്തിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ട് 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. കാരണം എന്തുകൊണ്ടാണ്, 3 ഡയമെൻഷനിലാണല്ലേ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻസ് ഒക്കെ 3 ഡയമെൻഷനിലായിരിക്കും. സോ അത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഈ 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനാണ് നമ്മൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെയാണ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ ലെറ്റ് മോളിക്യൂൾ ഹാവിങ് n ആറ്റംസ്. ഒരു മോളിക്യൂളിൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ഉണ്ടാവും, 3n ഉണ്ടാവും. 3n ഉണ്ടാവും. അത്രയാണ്. ഇപ്പോൾ ഈ 3 എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഈ 3 എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മീൻസ് 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്കിനി ഓരോ കൈൻഡ്സ് ഓഫ് മോളിക്യൂൾസിൽ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ലീനിയർ ആൻഡ് നോൺ ലീനിയറിൻ്റെ കേസിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ ആൻഡ് നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ ലീനിയർ മോളിക്യൂളിൻ്റെ ഇക്വേഷൻ വരുന്നത് 3n-5 ആണെന്ന് ഓർക്കുക. അതേപോലെ നോൺ ലീനിയറിൻ്റെ ഇക്വേഷൻ വരുന്നത് 3n-6 ആണെന്നും ഓർക്കുക. 3n-6. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ലീനിയർ മോളിക്യൂളിൻ്റെ എക്സാമ്പിളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഷേപ്പ് ലീനിയർ ആണ്. എത്ര ആറ്റംസ് ഉണ്ട്, n ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് 3. സോ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഈക്വൽ ടു 3n-5 ആണ് അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക. 3n-5 എന്ന് പറഞ്ഞാൽ 3 × 3 - 5 9 - 5 ഈക്വൽ ടു 4. 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആർ പോസിബിൾ. അതേപോലെ നമ്മൾ വാട്ടറിൻ്റെ കേസിലെടുത്തു കഴിഞ്ഞാൽ നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിക്വയർഡ് ഇക്വേഷൻ 3n-6 ആണ്. എക്സാമ്പിൾ വാട്ടറിൻ്റെ ഷേപ്പ് ബെൻഡാണ്, അതുകൊണ്ടാണ് നോൺ ലീനിയർ എന്ന് പറയുന്നത്. സോ n ഈക്വൽ ടു 3 നമ്പർ ഓഫ് ആറ്റം. നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഈക്വൽ ടു 3n-6 ഇൻ കേസ് ഓഫ് നോൺ ലീനിയർ മോളിക്യൂൾ. അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നമുക്ക്. 3 × 3 - 6 9 - 6 ഈക്വൽ ടു 3. അപ്പോൾ വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് പോസിബിൾ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 വൈബ്രേഷൻസ് പോസിബിൾ ആണ്. ഇങ്ങനെ നമുക്ക് കുറേ കോമ്പൗണ്ട് എടുത്ത് നോക്കാം. അപ്പോൾ HCl ആണെങ്കിൽ HCl എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഷേപ്പ് കൂടെ അറിയണം കേട്ടോ. ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് കൂടെ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ HCl എടുക്കുകയാണ്. HClൻ്റെ കേസിൽ എന്താ വരിക, HCl ഒരു ലീനിയർ മോളിക്യൂളാണ്. സോ ഇക്വേഷൻ എന്താ വരുന്നത്, 3n-5 നമ്പർ ഓഫ് ആറ്റംസ് 2. 3 × 2 - 5 6 - 5 ഈക്വൽ ടു 1. ഒരൊറ്റ വൈബ്രേഷൻസ് മാത്രമേ HClൽ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണത് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ SO2 NO2 എല്ലാം എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നോൺ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. SO2 NO2 ഒക്കെ എടുത്താലും നമുക്ക് നോൺ ലീനിയർ മോളിക്യൂൾസിന് എക്സാമ്പിളാണെന്ന് ഓർക്കുക. ജസ്റ്റ് മെയിനായിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് നമുക്ക് പഠിക്കാനുള്ള 2 എക്സാമ്പിൾ. HClലും ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് സെപ്പറേറ്റ് പഠിക്കുകയാണ്.
Carbon dioxide is an example of linear molecule, and number of vibrational modes in carbon dioxide is 3n minus 5 equal to 4. That means 4 vibrations are possible in case of CO2. 4 vibrations possible എന്നാണ് പറയുന്നത്. ഇനി അതിലെല്ലാം IR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ നമുക്കറിയില്ല. ബിക്കോസ് എന്തിനാണ് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഡൈപോൾ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കേസിലും ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവണമെന്ന് ഇല്ല. നമ്മൾക്ക് അറിയാം, നമ്മൾ ചില മോളിക്യൂൾസിൻ്റെ കേസിൽ μ ഈക്വൽ ടു 0 എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ജനറലി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം വി ഗെറ്റ് 4 വൈബ്രേഷൻസ് ആർ പോസിബിൾ. അപ്പോൾ നമ്മൾ ആ 4 ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 സിമെട്രിക് സ്ട്രെച്ചിങ്, നമ്പർ 2 അസിമെട്രിക് സ്ട്രെച്ചിങ്, നമ്പർ 3 and 4 is equivalent in plane bending, out of plane bending. ബെൻഡിങ് ആണ് ബേസിക്കലി. രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈക്വലൻ്റ് ആണ്. ഇപ്പോൾ എനർജി ലെവലൊക്കെ കറക്റ്റ് ആണല്ലോ, ഒരുപോലെയാണ്. അതിൻ്റെ എനർജി ലെവൽ മീൻസ് നമ്മളതിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാലും, ലൈക്ക് അതിൻ്റെ ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ വാല്യൂ എടുത്തു കഴിഞ്ഞാലും, നമുക്ക് IR സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് ഈക്വലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരൊറ്റ പീക്ക് മാത്രമാണ്. സോ നമ്മളത് പഠിക്കുമ്പോൾ ഈ 4 തേക്കൊക്കെ, അല്ലെങ്കിൽ ഈ 4 എന്ന് പറയുന്ന നമ്പർ കറക്റ്റ് ആവാൻ നമ്മളത് കുറച്ച് എലാബറേറ്റ് ആയിട്ട് ഇൻ പ്ലെയിൻ ബെൻഡിങ്ങും ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്ങും ആണെന്ന് പറയുന്നത്. ബട്ട് ബോത്ത് ആർ ഈക്വലൻ്റ് ഓർ ഡീജനറേറ്റ്. ഡീജനറേറ്റ് എന്ന് പറഞ്ഞ ടേം ഓർമ്മയുണ്ടല്ലോ, ഈക്വലൻ്റ് ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈക്വൽ എനർജി എന്നാണ് ഡീജനറേറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ 4 വൈബ്രേഷണൽ മോഡ്സ് ഓർത്ത് വെക്കുക കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ. സിമെട്രിക്, അസിമെട്രിക് ആൻഡ് ബെൻഡിങ്. ബെൻഡിങ് ആർ ഓഫ് 2 ടൈപ്പ്, ഇൻ പ്ലെയിൻ ആൻഡ് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്. സോ നെക്സ്റ്റ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിലാണ് പഠിക്കുന്നത്. how many number of vibrational modes are possible in case of carbon dioxide. സോ നമുക്കറിയാം 4 ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ സിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. സിമെട്രിക് സ്ട്രെച്ചിങ് എങ്ങനെയാണെന്ന് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ, സ്ട്രെച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് മൂവ്സ് ഇൻ സെയിം ഡിറക്ഷൻ. ഈ സെയിം ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഈ 2 ഭാഗത്തോട്ടും ഒന്നെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക. അതാണ് സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിലുള്ള ഏതൊക്കെയാണ് 4 വൈബ്രേഷണൽ മോഡ്സ് എന്നാണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് വൺ സിമെട്രിക് സ്ട്രെച്ചിങ്. സിമെട്രിക് സ്ട്രെച്ചിങ് നമ്മൾ ആദ്യം നമ്മുടെ സ്ട്രെച്ചിങ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്? ആറ്റംസ് മൂവ്സ് ഇൻ സെയിം ഡിറക്ഷൻ. സെയിം ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷനും കംപ്രഷനും 2 സൈഡിലേക്കും ഒരേ സമയം നടക്കും, അതും സെയിം ബോണ്ട് ലെങ്ത്തിൽ. അതാണ് സിമെട്രിക് സ്ട്രെച്ചിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ സെയിം ഡിറക്ഷൻ എന്ന് മീൻ ചെയ്യുന്നത് അതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ആരോ കാണുമ്പം ഓപ്പോസിറ്റായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷേ ഈ സെയിം ഡിറക്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രണ്ടും എന്താണ് എവേ ഫ്രം ദ സെൻട്രൽ ആറ്റം ഓർ ടുവേർഡ് ദ സെൻട്രൽ ആറ്റം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് അല്ല. രണ്ടും എന്താണ്? രണ്ടും 2 ഭാഗത്തിൻ്റെ നമുക്ക് നെറ്റ് മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മ്യൂ വാല്യൂ 0 ആയിരിക്കും. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. കാരണം ഈക്വൽ ഇൻ സ്ട്രെങ്ത് ആണെങ്കിലും എന്താണ് ബോത്ത് ഡിറക്ഷൻ അല്ലെങ്കിൽ ബോത്തിൻ്റെ 2 പോകുന്നത് 2 ദിശയിലോട്ടേക്കാണ്. പക്ഷേ ഇവിടെ ഈ മൂവ്സ് ഇൻ സെയിം ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെയുള്ളത്. ഇതൊരു മൂവ്മെൻ്റ് ആണല്ലോ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ മ്യൂ ഈക്വൽ ടു 0 ആണ്. ദെർഫോർ and this first vibrational mode is symmetric stretching in case of carbon dioxide, and this will be IR inactive. അതാദ്യം തന്നെ IR inactive ആയി അല്ലേ. IR ആക്റ്റീവ് അല്ലാത്ത ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡ്സാണ് സിമെട്രിക് സ്ട്രെച്ചിങ്. അടുത്തത് എന്താണ്? അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ് സെക്കൻഡ് വൺ. അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ടുവേർഡ്സ് മൂവ് ചെയ്യും, ഒന്ന് എവേ മൂവ് ചെയ്യും അല്ലേ. സൈമിൾട്ടേനിയസ്ലി നടക്കുന്നത് ഒന്ന് വരും, ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യാം, ഒന്ന് കംപ്രസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിൻ്റെ എറോ മാർക്ക് ഇലോങ്ങേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിറക്ഷനിലോട്ടാണ് കൂടുതൽ ഫോഴ്സ് ഫീൽ ചെയ്യുക. സോ ഇങ്ങോട്ടേക്കായിരിക്കും കൂടുതൽ അതിൻ്റെ എന്താ പറയുക സ്ട്രെങ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ മ്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്, ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. ആൻഡ് ചേഞ്ച് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് ദെർഫോർ, ആൻഡ് ദിസ് വിൽ ബി IR ആക്റ്റീവ്. ആൻഡ് IR ആക്റ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിനൊരു റേഞ്ച് അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവും, പുറത്ത് വെക്കുക. ഇൻ കേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഇസ് ഫൗണ്ട് ടു ബി അറ്റ് 2, 3, 4, 9 centimeter
ഇൻവേഴ്സ്. അപ്പം ന്യൂ ഈക്വൽ ടു അല്ലെങ്കിൽ ന്യൂ ബാർ ഈക്വൽ ടു 2349 centimeter inverse. This is the IR frequency value of asymmetric stretching in case of carbon dioxide. ഇത് ബെൻഡിങ് വൈബ്രേഷൻ ആണ്. ബെൻഡിങ് 2 ടൈപ്പ് ഉണ്ട്, ഇൻ പ്ലെയിൻ ബെൻഡിങ് ആൻഡ് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്. രണ്ടും ഈക്വലൻ്റ് ആണ് അല്ലെങ്കിൽ ഡീജനറേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആലോചിക്കേണ്ട പോയിന്റ്? രണ്ടും ഈക്വലൻ്റ് ആണെന്ന് ആലോചിക്കുക. അതായത് രണ്ടിനും കൂടി ഒറ്റ പീക്ക് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇൻ പ്ലെയിനും ഔട്ട് ഓഫ് പ്ലെയിനും എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഇൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത് പ്ലെയിൻ്റെ അകത്തോട്ടേക്ക്, അതായത് പ്ലെയിൻ്റെ അകത്തോട്ടേക്കാണെന്ന് വിചാരിക്കുക, ഇത് പ്ലെയിൻ്റെ പുറത്തോട്ടേക്ക്, ഔട്ട് ഓഫ് പ്ലെയിൻ കാണിക്കുന്നത്. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് ഒരൊറ്റ ഫ്രീക്വൻസി മാത്രമേ നമ്മളിവിടെ ഓർത്ത് വെക്കണ്ടൂ, ബെൻഡിങ്ങിൻ്റെ ഹോൾ ഫ്രീക്വൻസി, ബെൻഡിങ് വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി. ആൻഡ് ബിഫോർ ദാറ്റ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് മ്യൂ വാല്യൂ ആണ്. മ്യൂ വാല്യൂ ഇവിടെ എന്താണ്? എപ്പോഴും അതായത് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല മ്യൂ വാല്യൂ. രണ്ടിൻ്റെ കേസിലും ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. സോ മ്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. രണ്ടിൻ്റെ കേസിലും മ്യൂ നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു 0, ഹോൾ മ്യൂ നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഫൗണ്ട് ടു ബി 667 centimeter inverse. അതായത് IR ആക്റ്റീവ് ആണ്, രണ്ടും IR ആക്റ്റീവ് ആണ്. IR ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വേവ് നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസി, IR ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് 667 centimeter inverse ആണെന്ന് ഓർക്കുക. ഒറ്റ പീക്ക് മാത്രമേ തരുള്ളൂ IR സ്പെക്ട്രത്തിൽ. അതുകൊണ്ട് അതാണ് ഇത് പറയുന്നത് രണ്ടും ഈക്വലൻ്റ് ആണെന്ന്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 4 എണ്ണം പഠിക്കണം, കാരണം 4 വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡിന് ഓർത്ത് വെക്കുക. എന്തൊക്കെയായിരുന്നു? സ്ട്രെച്ചിങ്, ബെൻഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ബെൻഡിങ് തന്നെയാണ്. അതിൽ സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, ബെൻഡിങ് ഇൻ പ്ലെയിൻ, ബെൻഡിങ് ഔട്ട് ഓഫ് പ്ലെയിൻ. അതിൽ 2 എണ്ണമാണ് IR ആക്റ്റീവ്, അസിമെട്രിക് സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും. അപ്പോൾ ഈ 2 വാല്യൂ ഓർത്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വാട്ടർ മോളിക്യൂളാണ്. വാട്ടർ മോളിക്യൂൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ലീനിയർ മോളിക്യൂൾ. ആൻഡ് ദെൻ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ്. Number of vibrational modes in case of water molecule is 3n minus 6. This is the required equation. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 3 എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റംസ്. സോ 3 വൈബ്രേഷൻസ് പോസിബിൾ ആണ് ഇൻ കേസ് ഓഫ് വാട്ടർ മോളിക്യൂൾ. ഏതൊക്കെയാണ്? നമ്പർ 1 സിമെട്രിക് സ്ട്രെച്ചിങ്, നമ്പർ 2 അസിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് നമ്പർ 3 ബെൻഡിങ്. ഈ 3 വൈബ്രേഷൻസ് ആണ് നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ പഠിക്കേണ്ടത്. സ്ട്രെച്ചിങ്, സിമെട്രിക് സ്ട്രെച്ചിങ്, സിമെട്രിക് ബെൻഡിങ് ആൻഡ് നമുക്ക് നോക്കാം, ഇത് 3 പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന വാട്ടർ മോളിക്യൂളിൻ്റെ കേസിലുള്ള വൈബ്രേഷനാണ് H2 നോൺ ലീനിയർ മോളിക്യൂൾ. സോ ഇവിടെ നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞു 3 വൈബ്രേഷൻ, സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ്. ബെൻഡിങ് സിമെട്രിക് ബെൻഡിങ് ആണ് ഉണ്ടാവുക. സോ ആദ്യത്തെ കേസ് നോക്കാം, സിമെട്രിക് സ്ട്രെച്ചിങ്. സിമെട്രിക് സ്ട്രെച്ചിൻ്റെ കേസിൽ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്. H2 മോളിക്യൂളിൽ ഇങ്ങനെ കാണിക്കാം. സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തും ഒരേ സമയം ഇലോങ്ങേറ്റ് ചെയ്യും കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നതാണ് സിമെട്രിക് സ്ട്രെച്ച്. ഇപ്പം ഇങ്ങനെയാണുള്ളതെങ്കിൽ ഇങ്ങനെയാണത് ഇലോങ്ങേറ്റ് ചെയ്യും കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഓക്കെ, നമ്മളിവിടെ ഇതൊരു നോൺ ലീനിയർ മോളിക്യൂളാണെന്നും കൂടി ആലോചിക്കണം. വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ ഇതാണ് ഷേപ്പ്, ബെൻ ഷേപ്പ് ഇതാണല്ലേ. അപ്പോൾ ഈ ബെൻ ഷേപ്പ് ഉള്ള വാട്ടർ മോളിക്യൂള് സിമെട്രിക് സ്ട്രെച്ചിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് സിമെട്രിക് സ്ട്രെച്ച് ചെയ്യുക. ഒരേ സമയം സെൻട്രൽ ആറ്റം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യും അല്ലെങ്കിൽ കംപ്രസ് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യും കംപ്രസ് ചെയ്യും. സോ ആ കേസിലും നെറ്റ് ഇതുണ്ട്, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. ദാറ്റ്സ് വൈ മ്യൂ നോട്ട് ഈക്വൽ ടു 0. ദെൻ ഇറ്റ്സ് ബിക്കം IR ആക്റ്റീവ്. IR ആക്റ്റീവ് വാല്യൂ വരുന്നത് അറൗണ്ട് 3700 centimeter ഇൻവേഴ്സിലാണ്. സെക്കൻഡ് വൺ അസിമെട്രിക് സ്ട്രെച്ചിങ്. അസിമെട്രിക് സ്ട്രെച്ചിങ് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. 2 ബോണ്ട് ലെങ്ത്തും ഡിഫറെൻ്റ് ആവാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? ഇവിടെ ബോണ്ട് ലെങ്ത്ത് കാരണം സ്ട്രെച്ചിങ്ങിൻ്റെ കേസിൽ അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയാൻ കാരണം എന്താ? ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യും, ഒന്ന് കംപ്രസ് ചെയ്യും, ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യും, ഒന്ന് കംപ്രസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇത് വരിക, ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യും, ഒന്ന് കംപ്രസ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഒരു ബോണ്ട് ലെങ്ത്ത് ലാർജായിട്ടും ഒന്ന് ലെസ് ആയിട്ടും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കേസിലും ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്, ഒരിക്കലും 0 അല്ല, ക്യാൻസൽ ചെയ്ത് പോവില്ല. സോ മ്യൂ നോട്ട് ഈക്വൽ ടു 0. ദെൻ IR ആക്റ്റീവ്. ഇതിൻ്റെ വാല്യൂ വരുന്നത് അറൗണ്ട് 3600 centimeter ഇൻവേഴ്സ്. ആൻഡ് ഫൈനൽ വൈബ്രേഷൻ വിൽ ബി ബെൻഡിങ്. സിമെട്രിക് ബെൻഡിങ് ആണ്, ഒരേപോലെ ബെൻഡ് ചെയ്യും 2 ആറ്റവും. സോ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പഠിച്ചു അല്ലേ, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്. ബെൻഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ പഠിച്ചു, അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യേണ്ട. ബെൻഡിങ്ങിന് മാത്രം പഠിച്ചാൽ മതി. മ്യൂ ഉണ്ട്, അതായത് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. ദാറ്റ്സ് വൈ മ്യൂ നോട്ട് ഈക്വൽ ടു 0. IR ആക്റ്റീവ് വാല്യൂ വരുന്നത് അറൗണ്ട്
എത്രയാണ് 1600 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇത്രയും വാല്യൂസും ഇത്രയും വൈബ്രേഷൻസും ഓർക്കുക ഇൻ കേസ് ഓഫ് വാട്ടർ.